ഹലോ ഫ്രണ്ട്സ്, RRB ALP എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേഷനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ കാത്തിരുന്ന RRB ALPയുടെ എക്സാം ഡേറ്റ് RRB ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. CBT 1 എക്സാം വരുന്നത് ജൂൺ മുതൽ ആഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലായിട്ടാണ് CBT 1 എക്സാം വരുന്നത്. അപ്പോൾ നമുക്ക് ജൂണിൽ തന്നെ എക്സാം ഉണ്ടാകും എന്ന് കരുതി തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഏകദേശം 5 മാസമാണ് ഇനി നിങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് CBT 2 എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലായിട്ടാണ്. അതായത് CBT 1 കഴിഞ്ഞ ശേഷം ഏകദേശം 1 മാസങ്ങൾക്കുള്ളിൽ തന്നെ CBT 2 എക്സാമും ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, അപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ CBT 2 ട്രേഡ് സബ്ജക്ട്സിനൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുപോലെ CBAT ടെസ്റ്റ് വരുന്നത് നവംബർ 2024 CBAT വരുന്നത്. അതും ഈ പറയുന്ന CBT 2 എക്സാമിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ തന്നെ CBAT എക്സാമും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വരുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ടാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ വർഷം തന്നെ ALP റിക്രൂട്ട്മെൻറ്റിലുള്ള എല്ലാ പ്രൊസീജിയറും ഈ വർഷം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ CBT 1-നും CBT 2-നും വേണ്ടി ഒരുമിച്ചായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുപോലെ ഇന്നലെ വന്നൊരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേഷനാണ് ഏജ് ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ടത്. ഏജ് ലിമിറ്റ് നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ 18 മുതൽ 30 വയസ്സ് വരെയായിരുന്നു ഏജ് ലിമിറ്റ്. അത് റിവൈസ് ചെയ്തിട്ടുണ്ട്. 18 മുതൽ 33 വയസ്സ് വരെയാണ് ഇപ്പം കറൻറ്റ്ലി ഏജ് ലിമിറ്റ് വരുന്നത്. 3 വയസ്സും കൂടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റിസർവേഷൻ കാറ്റഗറീസിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പ്രധാനപ്പെട്ട ഒരു ടൈം ടേബിളാണ്. നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന എക്സാം അല്ലേ RRB ALPയുടേത്. അപ്പോൾ കൃത്യമായിട്ട് അവർ എക്സാം ഡേറ്റ് വരെ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷനും ഈ പറയുന്ന വേഗത വേണം. അപ്പോൾ CBT 1 നമുക്ക് ജൂണിൽ തന്നെ ഉണ്ടാകുന്ന പ്രതീക്ഷ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. 5 മാസമാണ് ഇനി നിങ്ങളുടെ മുന്നിലുള്ളത്. നിങ്ങൾക്ക് വേണ്ടത് ഒരു ചിട്ടയായ ഒരു പഠനമാണ്. കാരണം സ്ട്രാറ്റജിക്കായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നിങ്ങൾക്ക് CBT 1-ൽ നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് കണ്ടെത്തി ആ പോയിന്റ്സിന് പ്രത്യേകം ടൈം ടേബിൾ തയ്യാറാക്കിക്കൊണ്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരിക്കണം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഏണസ്റ്റ് അക്കാദമിയിൽ RRB ALPക്ക് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻസീവ് കോഴ്സ് അവൈലബിൾ ആണ്. ഈ ചുരുങ്ങിയ 5 മാസങ്ങൾ കൊണ്ട് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് കേരളത്തിലെ മികച്ച അധ്യാപകരോടൊപ്പം തന്നെ നിങ്ങൾക്ക് തയ്യാറെടുത്ത് തുടങ്ങാം. നിങ്ങളുടെ നിലവാരം അളക്കാൻ സഹായിക്കുന്ന അസസ്മെൻറ്റ് ടെസ്റ്റ് നമ്മുടെ കോഴ്സിൻ്റെ മറ്റൊരു ഫീച്ചറാണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മാക്സിമം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ നെഗറ്റീവ്സ് എവിടെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് എവിടെയാണെന്ന് മനസ്സിലാക്കി ആ മേഖലകൾക്ക് പ്രാധാന്യം കൊടുത്തുള്ളതായിരിക്കണം നിങ്ങളുടെ ഇനിയുള്ള പഠനം മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ നിങ്ങളുടെ നിലവാരം അളക്കാൻ സഹായിക്കുന്ന അത്തരത്തിലുള്ള അസസ്മെൻറ്റ് ടെസ്റ്റുകൾ നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചറാണ്. അതുപോലെ മോഡൽ ടെസ്റ്റുകൾ നമുക്കറിയാം. ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മാക്സിമം മോഡൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഈ മോഡൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന വഴി നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഈ രീതിയിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരാം. നമ്മളൊരു ടോപ്പിക്ക് പഠിച്ച ശേഷം ആ ടോപ്പിക്കിൽ നിന്ന് ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ധാരാളം മോഡൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന വഴി ലഭിക്കും. അപ്പോൾ RRB ALPയുടെ നമ്മുടെ ഈ കോഴ്സിനോടൊപ്പം നിങ്ങൾക്ക് ധാരാളം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗൈഡൻസിനായിട്ട് മെൻറ്റർഷിപ്പ് സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എക്സാം വരെയും ഈ പറയുന്ന ഗൈഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള അപ്ഡേഷൻസ് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.